നമ്മുടെ ഇന്ത്യക്കാർക്കിട്ടുള്ള അടുത്തൊരു പണിയായിട്ട് ഡൊണാൾഡ് ട്രംപ് ആശാൻ വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് നമുക്കുള്ളൊരു പണിയാണ്. ഇത് കേൾക്കുമ്പോൾ ഇതിപ്പോൾ എന്തിനാ നമുക്ക് ഇന്ത്യക്കാർക്ക് മാത്രമാണോ പണി, എല്ലാവർക്കും ഇത് ബാധകമാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ആക്ച്വലി അതിന് പിന്നിൽ കുറച്ച് കണക്കുകളുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമുക്കിട്ടുള്ളൊരു പണിയാണ് അണ്ണൻ്റെ എന്ന്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഇന്ത്യക്കാരായാലും ആരായാലും അമേരിക്കയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് വിസയുണ്ട്. ഒന്ന് B1 B2 വിസ എന്ന് പറയും. നമ്മൾ ചെന്നൈയിലൊക്കെ പോയിട്ട് ഒരു 10 കൊല്ലത്തേക്ക് ഒരു വിസ എടുക്കില്ലേ, അത് ട്രാവലിനും അതേപോലെ യാത്ര ചെയ്യാനും ടൂറിസ്റ്റായിട്ട് അങ്ങോട്ട് പോകാനുള്ള വിസയാണിത്. അതല്ലാതെ വേറൊരു വിസയുണ്ട്, H1B വിസ എന്ന് പറയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരു കമ്പനി അവർക്ക് ജോലിക്ക് ആവശ്യമുണ്ട്, ഒരാളിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ സ്പോൺസർ ചെയ്ത് അവരാവശ്യപ്പെട്ടിട്ട് ഇവിടുന്ന് പോകുന്ന ഒരു വിസയാണ് ഈ H1B വിസ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രംപ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ H1B വിസയില്ലേ, ഇതിൻ്റെ ഫീസ്, റിന്യൂവൽ ഫീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് എത്രയായിരുന്നു നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $1,500 to $2,000 വരെ ആയിരുന്നു. വലിയ കമ്പനിയാണെങ്കിൽ $6,000 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൈൻഡ് ഓഫ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണിത്. ഇതിനെ ഇപ്പം നേരെ കൂട്ടി $1 ലക്ഷം, ഓക്കെ, $1 ലക്ഷം ആക്കി മാറ്റിയിട്ടുണ്ട്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 88 ലക്ഷം രൂപേൻ്റെ അടുത്തായിട്ട് വരും. അപ്പം ഇതാണ് ഇപ്പോൾ ട്രംപ് ഇപ്പോൾ പെട്ടെന്ന് സൈൻ ചെയ്ത ഒരു സംഭവം. അപ്പോൾ ഇതെങ്ങനെ ഇന്ത്യക്കാരനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഒറ്റ ഉത്തരവുള്ളൂ, ഇതാ നോക്കിക്കോ. 71% H1B വിസൻ്റെ ഹോൾഡേഴ്സ് ആരാണ്? ഇന്ത്യക്കാരാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്ത്യക്കാർക്കിട്ടൊരു പണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എവിടെ പിടിക്കണം? H1Bയിൽ പിടിക്കണം. കാരണം മുഴുവൻ ഇന്ത്യക്കാരാണ്. ഈ വരുന്ന അവിടുന്ന് ഡോക്ടർമാരും ഇവിടുന്ന് എഞ്ചിനീയർമാരും ഒക്കെ പോകുന്നില്ലേ, ഗൂഗിൾ റിക്രൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കോളേജിൻ്റെ ഫ്രണ്ടിൽ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെക്കില്ലേ, ഇതാണ് സംഭവം. ജസ്റ്റ് ഈ ഒരു ഇമേജ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നോക്ക്, ഈ H1B വിസൻ്റെ ആൾക്കാരാണ് ഫുള്ള് CEO. യൂട്യൂബിൻ്റെ CEO വരെ ഈ H1Bയിൽ വന്ന ആളാണ്. അതേപോലെ ഇലോൺ മസ്ക് എങ്ങനെ വന്നതാണ്? പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി H1B വിസയിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അമേരിക്ക എത്തിയതാണെന്ന്. അപ്പോൾ ഈ എല്ലാ ആൾക്കാരും, ഈ മെയിൻ CEOമാരും ബാക്കിയുള്ളവരൊക്കെ ഈ H1Bയിൽ കൂടെയാണ് അവിടെ എത്തിയത്. മൈക്രോസോഫ്റ്റുകാർക്ക് എല്ലാ അവിടുത്തെ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നവരെ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. നാട്ടിലും ഇവിടെയൊക്കെ കറങ്ങി നടക്കുകയാണെങ്കിൽ വണ്ടിയേരി വിട്ടോ, 20-ാം തീയതി കഴിഞ്ഞാൽ 21-ാം തീയതി കഴിഞ്ഞാൽ പെടും എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 22-ാം തീയതി പീയൂഷ് ഗോയൽ, നമ്മുടെ യൂണിയൻ കോമേഴ്സ് മിനിസ്റ്റർ ഉണ്ടല്ലോ, പുള്ളി അങ്ങോട്ട് പോകുന്നുണ്ട്, അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട്. മിക്കവാറും അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡി ആയാൽ റെഡിയാവും, ഇല്ലെങ്കിൽ വീണ്ടും പണി കിട്ടിക്കൊണ്ടിരിക്കും.